ഹായ്, വെൽക്കം ടു ബിന്ദുസ് ഹോം. ഞാനിന്ന് ക്രിസ്മസ് ആയിട്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനു വേണ്ടി ഞാനൊരു കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി ഒരു ബ്രൗൺ നിറമാവുന്ന വരെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം വെള്ളം ആഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. നന്നായി ഇളക്കി വെള്ളം ഒന്ന് വറ്റി ഒരു ഡാർക്ക് ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ കേക്കിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ കിസ്മിസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ ആഡ് ചെയ്യാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം കേക്കിന് വേണ്ട മിക്സ് തയ്യാറാക്കാം. അതിനു വേണ്ടി 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നന്നായി തരിച്ച് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായി തരിക്കുക. ഇനി ഒരു ജാർ എടുത്ത് 1 കപ്പ് പഞ്ചസാര, 2 പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, 2 കോഴിമുട്ട എന്നിവ ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. ഒരു 2 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. അതിനുശേഷം 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദ മിക്സും കുറേശ്ശെയായി ചേർത്ത് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ബേക്കിംഗ് പാത്രം എടുത്ത് ബട്ടറോ ഗീയോ ചേർത്ത് നന്നായി തടവി കൊടുക്കുക. ഇനി ഇതിലേക്ക് കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് കാഷ്യൂ, കുറച്ച് കിസ്മിസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് തട്ടി കൊടുക്കുക. ഈ ഒരു പഴയ കുക്കർ എടുത്ത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്കൊരു തട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുമ്പോൾ വിസിൽ ഊരി വെക്കാൻ മറന്നു പോകരുത്. ഇനി ഇത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു റെസിപ്പിയാണ്. ഓവനൊന്നും ഇല്ലാതെ കുക്കറിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.